വെൽക്കം ടു ദൻ മലയാളം. സോ ഇന്ന് നമ്മൾ ദൻ സൂപ്പർ ഓർഡറെ പറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. സോ ഇന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദൻ സൂപ്പർ ഓർഡർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ദൻ സൂപ്പർ ഓർഡറിലൂടെ നമുക്ക് എത്ര ഈസി ആയിട്ട് ഏത് ഇൻസ്ട്രുമെൻറ്റോ ആയിക്കോട്ടെ, ഈക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്, ഓപ്ഷൻ ട്രേഡേഴ്സ്, ഫ്യൂച്ചേഴ്സ്, കമോഡിറ്റീസ്, ദന്നിൽ നമുക്ക് സൂപ്പർ ഓർഡർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാം. അതേമാതിരി സൂപ്പർ ഓർഡറിൽ നമ്മളൊരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് പിന്നെ ആ ഓർഡറിൻ്റെ പിന്നാലെ നടന്ന് അത് ടാർഗറ്റ് എത്തിയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു ഓഫീസ് ഗോയിങ് പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു ട്രേഡേഴ്സിനൊക്കെ ദൻ സൂപ്പർ ഓർഡർ, ഒരു 4 hour ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതേമാതിരി തന്നെ ദൻ സൂപ്പർ ഓർഡർ വർക്കാകും. ഫോർ 1 yearലേക്ക് നമുക്കൊരു ഓർഡറിനെ എക്സിക്യൂട്ട് ചെയ്ത് നിലനിർത്താൻ സാധിക്കും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് എന്തൊക്കെ തരം ഓർഡേഴ്സ്, എന്തൊക്കെ തരം ട്രേഡ്സ് നമുക്ക് എടുക്കാം, ഇൻട്രാഡേ ട്രേഡ് എങ്ങനെ ചെയ്യാം, MTFിലൂടെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും, ഡെലിവറിംഗ് അല്ലെ ഇൻവെസ്റ്റിംഗ് എന്ന മെത്തേഡ്സിൽ നമുക്ക് ട്രേഡ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, പിന്നെ ഏതൊക്കെ തരം ഓർഡേഴ്സ് ഉണ്ടെന്ന് മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, ട്രിഗർ ഓർഡറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ദൻ പ്ലാറ്റ്ഫോമിൻ്റെ കംപ്ലീറ്റ് നോളജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ദൻ പ്ലാറ്റ്ഫോം അത് മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെബ് ആയിക്കോട്ടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വളരെ സിൻസിയറായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി ടുവേർഡ്സ് ദൻ സൂപ്പർ ഓർഡർ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.